ബ്ലാസ്റ്റേഴ്സിനോട് താൽക്കാലികമായി വിട പറഞ്ഞിരിക്കുകയാണ് അഡ്രിയാൻ ലൂണ. ആരാധകർക്ക് തീർത്തും നിരാശ നൽകുകയാണ് ലൂണയുടെ ഈ താൽക്കാലിക പടിയിറക്കം. മഞ്ഞപ്പടയുടെ അമരക്കാരനായുള്ള ലൂണയുടെ യാത്ര ഫുട്ബോൾ പ്രേമികളെ ആകർഷിക്കുന്നതായിരുന്നു. ലൂണ മൈതാനത്തുണ്ടെങ്കിൽ ആരാധകർക്ക് ഒരു വിശ്വാസമാണ്. എന്നാൽ നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026 സീസൺ ആരംഭിക്കുന്ന കാര്യത്തിൽ പോലും അനിശ്ചിതത്വം തുടരുമ്പോൾ അവിടെ ലൂണയുടെ പടിയിറക്കം ലൂണ എന്ന ഫുട്ബോൾ താരത്തിന്റെ ആവശ്യം കൂടിയാണ്. ISL എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോൾ താരം സന്ദേശ് ജിങ്കൻ ISL ഐ ലീഗ് പോലുള്ള ടൂർണമെന്റിന്റെ അനിശ്ചിതത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. മെസ്സിയെ ഇന്ത്യയിലെത്തിക്കാൻ കോടികൾ മുടക്കിയവർ ഇന്ത്യയിലെ ഫുട്ബോൾ പ്രതിസന്ധി കൂടി കാണണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജിങ്കന്റെ പോസ്റ്റിലാണ് ISL ഐ ലീഗ് പോലുള്ള ടൂർണമെന്റിന്റെ അനിശ്ചിതത്തെക്കുറിച്ച് എടുത്തു കാണിച്ചത്. ഇത് താരങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും താരങ്ങൾ മറ്റ് നിവൃത്തിയില്ലാതെ മറ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കേറാൻ ഈ അനിശ്ചിതത്വം ഒരു കാരണമാകുന്നു എന്നും ജിങ്കൻ ആ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നടന്നതും ഇത് തന്നെയാണ്. അഡ്രിയാൻ ലൂണയെ വായ്പാ അടിസ്ഥാനത്തിൽ ടീം വിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അനുവദിച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 2026 സീസണിൽ വിദേശ ലീഗിൽ ലൂണ കളിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പരസ്പര ധാരണയോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏത് ലീഗിലേക്കാണ് ലൂണ പോകുന്നതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. നിലവിൽ വായ്പാ അടിസ്ഥാനത്തിൽ വിദേശ ക്ലബിലേക്ക് ചേക്കേറിയ ലൂണ മഞ്ഞപ്പടയിലേക്ക് തിരിച്ചു വരുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. 2021 കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ ലൂണയ്ക്ക് 2027 വരെയാണ് ടീമുമായി കരാറുള്ളത്. കരിയറിന്റെ നിർണായക സമയത്തിലൂടെയാണ് ലൂണ കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ വ്യക്തതയില്ലാത്ത ISL തുടരുക എന്നത് ലൂണയ്ക്ക് ഗുണം ചെയ്യില്ല. ഇനിയും ISL എന്ന് തുടങ്ങുമെന്ന വ്യക്തത വന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ വമ്പൻ താരങ്ങൾ മുതൽ യുവതാരങ്ങൾ വരെ മറ്റു ക്ലബ്ബുകളിലേക്ക് ചേക്കേറാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ലബിൽ തുടരുന്നത് വിദേശ താരങ്ങൾക്ക് പ്രയാസമാണ്. ISLന്റെ കാര്യത്തിൽ പ്രതിസന്ധി നിലനിൽക്കവേ താരങ്ങളുടെ പ്രതിഫലം കൊടുക്കാൻ ക്ലബിന് സാമ്പത്തിക ശേഷിയില്ല. ഇതും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു കാരണമാണ്. കഴിഞ്ഞ ദിവസം പോർച്ചുഗൽ താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടിരുന്നു. ടീമിലെ മറ്റ് പ്രധാന വിദേശ താരങ്ങളും വൈകാതെ ടീം വിടാനുള്ള സാധ്യതയാണുള്ളത്. നോഹ ചദോവിയും കോൾഡോ ഒബിയേറ്റയുമെല്ലാം ടീമിൽ നിന്ന് പടിയിറങ്ങിയേക്കും. പരിശീലകൻ ഡേവിഡ് കച്ചാലയും ക്ലബിനോട് വൈകാതെ വിട പറയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ ISL സീസൺ ഉണ്ടാകില്ലെന്ന സൂചനയിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ നീക്കം വിരൽ ചൂണ്ടുന്നത്. ഇത്തവണ ISL നടക്കാൻ ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ക്യാപ്റ്റനെ ടീം വിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അനുവദിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ISL ആരംഭിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം. വരുന്ന സീസണിലാണ് ഇനി ISL നടക്കുക എങ്കിൽ പല പ്രധാന താരങ്ങളും ക്ലബ് വിടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. വിദേശ താരങ്ങൾക്ക് ഇത്തരത്തിൽ വിദേശ ലീഗുകളിലേക്ക് പോകാനായേക്കും. എന്നാൽ ഇന്ത്യയിലെ ഫുട്ബോൾ താരങ്ങൾക്ക് ഇത്തരത്തിൽ വിദേശ ലീഗിൽ അവസരം ലഭിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ് കാത്തിരിക്കുന്നത്.